അല്ല, എന്തിപ്പ ഇണ്ടായേ? ആരാ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ. എന്താ സംഭവിച്ചെന്നുള്ളത് ദൈവം തമ്പുരാന് മാത്രം അറിയാം എന്നുള്ളൊരു ടൈപ്പിലുള്ള ഒരു മാച്ചായിരുന്നു ശരിക്കും ലാസ്റ്റ് നടന്ന എലിമിനേറ്റർ മാച്ച്. അതായത് ഫൈനലിലോട്ട് മുന്നോടിയായിട്ട് നടന്നിട്ടുള്ള ഒരു മാച്ച്. ആ മാച്ചിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും മാച്ച് കഴിഞ്ഞ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ ഒരു യാത്രയിലായിരുന്നു. എന്തായാലും മാച്ച് ഫൈനലിൽ നിന്ന് നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. GT വേഴ്സസ് RRന്റെ ആ ഒരു എലിമിനേറ്റർ മാച്ച്. ആദ്യം ബാറ്റ് ചെയ്ത RR 20 ഓവർ ബാറ്റ് ചെയ്ത സമയത്ത് 214 6 എന്നുള്ളൊരു തരക്കേടില്ലാത്തൊരു കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോട്ടൽ ആക്കിയിട്ടാണ് ശരിക്ക് പോയത്. പക്ഷെ 214 അല്ല, അതിനും മേലെ അടിക്കാൻ പറ്റുമായിരുന്നു. ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് അവിടെ RR കളിച്ചു തുടങ്ങിയത്. കാരണം ഫസ്റ്റ് ബാറ്റ് ചെയ്ത സമയത്ത് ആദ്യത്തെ 2 വിക്കറ്റ് പെട്ടെന്ന് പോയപ്പോൾ തന്നെ ഫുള്ളി ഒരു കിളി പോയൊരു അവസ്ഥ RR മാനേജ്മെന്റിൽ ഉണ്ടായോന്ന് അറിയില്ല. കാരണം അതിനുശേഷം ഇറങ്ങിയതൊക്കെ ഡിഫറെന്റ് ബാറ്റേഴ്സ് ആയിരുന്നു കേട്ടോ. കാരണം രവീന്ദ്ര ജഡേജയൊക്കെ നേരത്തെ ഇറങ്ങുന്നു. ഓക്കെ, രവീന്ദ്ര ജഡേജ നേരത്തെ ഇറങ്ങിയത് കുഴപ്പമില്ല. പിന്നെയും സൂര്യവംശിയുടെ കുറച്ചെങ്കിലും ആ ഒരു സപ്പോർട്ട് ചെയ്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ആ ഒരു 2 വിക്കറ്റ് പോയതിനു ശേഷം പരാഗ് ഇറങ്ങി. പരാഗ് ഒരു വെടിക്കെട്ടൊക്കെ ആക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അത് അധികം നീളത്തിലോട്ട് പോയില്ല. അതിനുശേഷം പിന്നീട് നമ്മുടെ രവീന്ദ്ര ജഡേജ വന്ന് അത്യാവശ്യം കുറച്ചേരം ഒന്ന് പിടിച്ചു നിന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം രവീന്ദ്ര ജഡേജ റിട്ടയർഡ് ഹർട്ടുമായി. ആൾക്ക് അവരെന്താണെന്നറിയില്ല, എന്തോ ഒരു വയ്യാണ്ട് ഉണ്ടായിരുന്നു, കൈക്കൊക്കെ പരിക്കൊക്കെ പറ്റിയിട്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ശരിക്കും അന്നത്തെ മാച്ചിലെ ഡ്രമാറ്റിക് സംഭവങ്ങൾ തുടങ്ങിയത് ആ ഒരു സംഭവത്തിനല്ല, ടോസിങ് സമയത്ത് വരെ ഒരു ഡ്രാമ ഫീൽ ഉണ്ടായിരുന്നു എവിടേക്കോ. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു റെസ്ലിങ്ങോ അല്ലെങ്കിൽ നമ്മൾ WWE കുറിച്ച് പറയാറില്ലേ, അതുപോലത്തെ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ എവിടേക്കോ ഫീൽ ചെയ്തു. പക്ഷെ പിന്നെ നമുക്കറിയാലോ, ക്രിക്കറ്റാണ്, നെക്സ്റ്റ് മൊമെന്റ് എന്താ സംഭവിക്കുക എന്നുള്ളത് പറയാനേ പറ്റില്ല. എന്തും സംഭവിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ടീമും വലിയ ടീമുകൾ വീഴാം, എല്ലാം സ്പോർട്സിൽ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു റിട്ടയർഡ് ഹട്ടിന് ശേഷം പിന്നെ ജോഫ്ര ആർച്ചർ വരുന്നു. അത് ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റായി പോയി. ജോഫ്ര ആർച്ചർ അവിടെ ഇറക്കിയത് ആള് ബിഗ് ഹിറ്റ് ഒക്കെ അടിച്ച് ഒന്ന് സ്കോർ കയറ്റാന്നായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ അധിക സമയം വൈകാണ്ട് തന്നെ ആള് പുറത്തോട്ട് പോവുകയും ചെയ്തു. സൂര്യവംശി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വിക്കറ്റ് കളയാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് സാധാരണ കളിക്കുന്ന ഒരു സൂര്യവംശി ആയിരുന്നില്ല അന്നത്തെ മാച്ചിൽ. ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു കളിയാണ് അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സ്ലോ എന്ന് വെച്ചാൽ ആളുടെ സ്ലോ ആയിട്ടൊരു കളി കേട്ടോ, അല്ലാണ്ട് മറ്റുള്ള ബാറ്റേഴ്സ് കളിക്കുന്ന പോലത്തെ ഒരു സ്ലോ അല്ല. മറ്റുള്ള മാച്ചസിലൊക്കെ 15 ബോളിൽ 50 അടിച്ച സമയത്ത് കഴിഞ്ഞ മാച്ചിൽ അടിച്ചത് 31 ബോൾ ആയപ്പോഴാണെന്ന് തോന്നുന്നു ഏകദേശം 50 അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഡബിൾ ബോൾസ് എടുത്തത് കൊണ്ട് തന്നെ ആളുടെ സ്ലോ എന്ന് പറയാം. സ്ട്രൈക്ക് റേറ്റിനൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് 16 ബോളിലായിട്ടാണ് ആൾ ഏകദേശം 46 റൺസ് എടുത്തത്. നമ്മൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നതും ഈ സീസണിൽ കുറെ മാച്ചസിൽ കണ്ടതുമായിട്ടുള്ള ഒരു സൂര്യവംശി അവിടെ നിന്നാണ് വരുന്നത്. അതിന് മുന്നേ വരെ ഒരു കുറച്ച് 4 ഒക്കെ അടിച്ച് 6 ഒക്കെ കുറച്ചിട്ടുള്ള ഒരു കളിയായിരുന്നു ഉണ്ടായിരുന്നത്. രവീന്ദ്ര ജഡേജ ഇറങ്ങിയ സമയത്ത് കുറച്ചും കൂടി ഇമ്പാക്ടോടെ കളിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റത്തെ ഒരു 19 ബോൾ ആയപ്പോൾ തന്നെ ആൾ 37 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വിക്കറ്റുകളൊക്കെ പോയതിനു ശേഷം ആൾ ഇറങ്ങിയപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ് കളി ഉണ്ടായിരുന്നത്. ആൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു അടിയൊന്നും അടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 47 ബോളിൽ 96 റൺസാണ് സൂര്യവംശി എടുത്തിട്ടുണ്ടായിരുന്നത്. 8 4ഉം 7 6 ആയിരുന്നു ആളുടെ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത്. 200 മേലെയാണ് സ്ട്രൈക്ക് റേറ്റ്. പക്ഷേ മറ്റുള്ള മാച്ചിലൊക്കെ 6ന്റെ എണ്ണം കൂടുതലും 4 കുറവാണ് എപ്പോഴും ഉണ്ടാവാറ്. പക്ഷെ ഇത്തവണ നേരെ തിരിച്ചാണെന്ന് മാത്രം. 35 ബോളിൽ 45 റൺസ് എടുത്തിട്ട് 5 4 ഒരു 6 അടിച്ച് രവീന്ദ്ര ജഡേജ കട്ട സപ്പോർട്ട് നമ്മുടെ സൂര്യവംശിക്കും അതുപോലെ തന്നെ എൻഡിലോട്ട് ഇറങ്ങി വെടിക്കെട്ടായിട്ട് കൊടുങ്കാറ്റായിട്ട് മാറിയിട്ടുള്ള ഫെരേറയ്ക്കും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എൻഡിൽ ആ ഒരു ഫിനിഷർ റോള് ഗംഭീരാക്കിയ ഫെരേറ 11 ബോളിൽ 38 റൺസ്, 2 4 4 6. ആ 4 6 അടിച്ചത് റാഷിദ് ഖാന്റെ ഓവറിൽ, ലാസ്റ്റ് ഓവറിൽ. അവിടെയാണ് ഫെരേറയുടെ ആ ഒരു ബാറ്റിംഗ് ക്വാളിറ്റി കാണാൻ പറ്റുന്നത്. അതും 2 6 ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള 6കളാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആളുടെ സ്ട്രൈക്ക് റേറ്റും അടിപൊളിയായിരുന്നു. അവസാനത്തോട്ട് ഇറങ്ങിയിട്ട് എന്താണോ ഫിനിഷർ ചെയ്യേണ്ടത് അത് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. 345 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. ശരിക്കും ഫെരേറയുടെ ആ ഒരു ഇന്നിംഗ്സ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ 200 തന്നെ കടക്കുമോ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ശരിക്കും RR ഉണ്ടായിരുന്നത്. ആ ഒരു ഫെരേറ കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഒന്നും കൂടി ഒന്ന് സ്കോർ മുന്നോട്ട് പോയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. GT ബൗളേഴ്സിൽ നമ്മുടെ റബാഡ അതുപോലെ ജെയ്സൺ ഹോൾഡർ രണ്ടുപേരുമാണ് 10 താഴെ എക്കണോമിയിൽ ബോളർ ഉണ്ടായിരുന്നത്. രണ്ടുപേർക്കും 2 വിക്കറ്റ് വീതം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും തന്നെയാണ് അത്യാവശ്യം നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് റബാഡയാണ് നമ്മുടെ സൂര്യവംശിയുടെ വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. 4 ഓവറിൽ 35 റൺസാണ് റബാഡ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജെയ്സൺ ഹോൾഡർ 4 ഓവറിൽ 27 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 4 ഓവറിൽ 42 റൺസ് കൊടുത്ത് ഒരു വിക്കറ്റ് എടുത്ത് നമ്മുടെ മുഹമ്മദ് സിറാജ് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ ഏറ്റവും കൂട്ടത്തിലെ കൊമ്പൻ മോസ്റ്റ് എക്സ്പെൻസീവ് ബോളർ ആയിട്ട് അന്ന് മാറിയത് ശരിക്ക് റാഷിദ് ഖാനാണ്. 2 ഓവറിൽ 45 റൺസാണ് ആൾ കൊടുത്തിട്ടുണ്ടായത്. 215 എന്നൊരു ടോട്ടൽ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ GTയുടെ തുടക്കം അത്യാവശ്യം ഗംഭീരായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ആയെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ആണോ എന്ന് വെച്ചാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് ആ ക്യാച്ച്. കാരണം 2 പേര് അവിടെ ഉണ്ടായിരുന്നു, ഫെരേറയും അതുപോലെ ഷനഗയും. അതിൽ ഷനഗക്കായിരുന്നു കുറച്ചും കൂടി ഈസി ആ ഒരു ക്യാച്ച് എടുക്കാൻ വേണ്ടി മുന്നോട്ട് ഓടി വന്ന് എടുത്തിരുന്നെങ്കിൽ. കാരണം ഫെരേറ കുറച്ചും കൂടി ബാക്കോട്ട് ഓടിയിട്ടുള്ളൊരു ക്യാച്ച് ആയിരുന്നു എടുക്കാൻ ശ്രമിച്ചത്. പക്ഷെ എന്തായാലും ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ആയതിന്റെ വില നന്നായിട്ട് തന്നെ കൊടുക്കേണ്ടി വന്നു. കാരണം നമ്മുടെ സായ് സുദർശനായിരുന്നു ആ ഒരു ക്യാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 32 ബോളിൽ 58 റൺസാണ് സായ് സുദർശൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 8 4ഉം ഒരു 6. എന്തായാലും ആളുടെ ഒരു ഇന്നിങ്സ്, അതായത് 8 4 ആണ് കേട്ടോ ആളുടെ. അതായത് ആ ഒരു പവർ പ്ലേയിൽ നല്ല രീതിയിലുള്ള സ്കോർ പോയിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ആ ഒരു 4 അടിക്കുന്നതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് എന്തോ ഒരു ക്ലാസ് ആണ്. അതായത് വെച്ചടിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല ഇത്രയും ഈസി ആണോ
ക്രിക്കറ്റ് അല്ലെങ്കിൽ ഇത്ര ഈസി ആണോ ഫോറൊക്കെ അടിക്കുക എന്നുള്ള രീതിയിലാണ് സായ് സുദർശൻ അടിക്കുന്നത്. പക്ഷെ അത് ആളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. പക്ഷെ ആ ഒരു ക്വാളിറ്റീനെ മങ്ങിക്കുന്ന രീതിയിലുള്ള ഡൗട്ടാണ് എഗെയിൻ ചർച്ചാ വിഷയമാവുന്നത് ഇപ്പോൾ ശരിക്കും. കാരണം വെച്ചാൽ കഴിഞ്ഞ മാച്ചിലും നമ്മുടെ ക്വാളിഫയർ 1ന്റെ അകത്തും RCBയുടെ കൂടെയുള്ള മാച്ചിലും ഇതുപോലെ തന്നെയാണ് കയ്യിൽ നിന്ന് ബാറ്റ് ഇളകിപ്പോയിട്ട് സ്റ്റമ്പിലോട്ട് വീഴുന്നത്. കഴിഞ്ഞ തവണ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇത്തവണത്തെ ബാറ്റ് ഇളകിപ്പോയത് ആദ്യം കാണിച്ചപ്പോൾ ഫൈൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അതിന്റെ സ്ലോ മോഷൻ പിന്നീട് കാണിച്ചുകൊണ്ടിരിക്കുമല്ലോ. പ്രത്യേകിച്ച് വിക്കറ്റ് പോയി കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് വിക്കറ്റ് പോയതിന്റെ ഒരു ആംഗിൾ കാണിക്കുമല്ലോ, അവിടെ ഡിസ്കഷനൊക്കെ ഉണ്ടാവും. അപ്പൊ അത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു കയ്യിൽ നിന്ന് ഇളകിപ്പോയിട്ട് ആ സമയത്തുണ്ടായ റിഫ്ലക്ഷൻ, ആളുടെ മുഖത്തുണ്ടായ ഭാവങ്ങളും എല്ലാം ഭയങ്കര മിസ്മാച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ആ ഒരു ബാറ്റ് ഇളകിപ്പോയ രീതി, കയ്യിൽ നിന്ന് ഇങ്ങനെ ഇളകിപ്പോയ രീതി. കഴിഞ്ഞ മാച്ചിലെ പോലെ തന്നെ അടികൊണ്ട് 4 പോയിട്ടുണ്ട് ബോൾ, പക്ഷെ ബാറ്റ് ഇളകിപ്പോയിട്ട് ആളുടെ റിയാക്ഷൻ വന്നൊരു ടൈം എന്ന് പറയുന്നത് കുറച്ച് ഡിലേ ആയിട്ടാണ് തോന്നിയത്. ആ മൊമെന്റിൽ ഒരു റിയാക്ഷൻ കണ്ടില്ല. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നീട് നടന്ന ആക്ഷൻസ് ഒക്കെ കുറച്ചും കൂടി ഒരു ഡ്രമാറ്റിക് ഫീൽ ഉണ്ടായിരുന്നു. ഈവൻ ശുഭ്മൻ ഗില്ലിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആളുടെ ചിലപ്പോൾ അത് റിയലിസ്റ്റിക് ആവാം, ഇവർക്കൊന്നും അഭിനയിക്കാനൊന്നും അറിയില്ല, ദേ ആർ നോട്ട് ആക്ടേഴ്സ്. അപ്പോൾ ആ സമയത്ത് ചിലപ്പം കാണിക്കുന്ന റിയാക്ഷൻസ് അതുപോലെ തന്നെ ആയിരിക്കാം. അവർ എന്താണെന്നറിയില്ല, പക്ഷെ അത് കാണുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ചെറിയൊരു കല്ലുകടി പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മുടെ പ്രിൻസ് ലാസ്റ്റിലോട്ട് ഒരു സെഞ്ചുറി അടിച്ചു. 53 ബോളിൽ 104 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 15 4 3 6 ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 196 സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഇന്നിങ്സ് ആണ് ശുഭ്മൻ ഗില്ലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അടിക്കുന്ന ഷോട്ടുകളൊക്കെ നല്ല ഭംഗിയുള്ള ഷോട്ടുകളായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സാധനം മാത്രം എവിടെയോ ഒരു തകരാറ് പോലെ തോന്നി എന്ന് വേണം പറയാം. ആളുടെ കളിയിലല്ല, ആ ഒരു സമയത്തുണ്ടായ റിയാക്ഷൻ ആക്ഷനൊക്കെ. ഏകദേശം കളി ജയിക്കുന്നുള്ളൊരു മോഡിലോട്ട് എത്തിയതിനു ശേഷമാണ് നമ്മുടെ ഇവർ രണ്ടുപേരും ഔട്ടാവുന്നതും അത് കൂടാണ്ട് നമ്മുടെ ജോസ് ബട്ട്ലർ വന്നിട്ട് അധികം നേരം നിൽക്കാണ്ട് പോകുന്നതും. പിന്നെ അവിടെ ജോസ് ബട്ട്ലറിന്റെ ആവശ്യമില്ല, ഏകദേശം കളി ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് വാഷിംഗ്ടൺ സുന്ദർ. അതുപോലെ നമ്മുടെ കഴിഞ്ഞ മാച്ചിലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പോരാളി കളി കളിച്ചിട്ടുള്ള തെവാത്തിയായിരുന്നു. വാഷിംഗ്ടൺ സുന്ദർ 9 ബോളിൽ 16 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 4 ഒരു 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ രാഹുൽ തെവാത്തിയ 9 ബോളിൽ 17 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 4 ഒരു 6 അടിച്ചിട്ടുണ്ട്. ആറാറിന്റെ ബൗളേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാവരും നല്ല അടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. 10ന് മേലെയാണ് എല്ലാവരുടെയും എക്കണോമി. അതിൽ ഏറ്റവും കുറവ് എക്കണോമിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ ചെയ്തത് നമ്മുടെ നന്ദ്രെ ബർഗർ മാത്രമായിരുന്നു. 4 ഓവർ ബോൾ ചെയ്ത സമയത്ത് 35 റൺസ് കൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആറാറിന്റെ സ്റ്റാർ ബോളർ ആയിട്ടുള്ള നമ്മുടെ ജോഫ്ര ആർച്ചർ 4 ഓവർ ബോൾ ചെയ്ത സമയത്ത് 45 റൺസ് കൊടുത്തിട്ട് ഒരു വിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആള് ആദ്യത്തെ പവർ പ്ലേയിലുള്ള ഫസ്റ്റ് ഓവറിലൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷെ പിന്നീട് എങ്ങനെയൊക്കെ പിടിച്ചാണ് ആ ഒരു 45 എത്തിച്ചത്. എല്ലാം തന്നെ ചിലപ്പോൾ ഒരു 50-ന് മേലെയൊക്കെ സ്കോർ ആളുടെ ഓവേഴ്സിൽ തന്നെ പോയേ. ജോഫ്ര ആർച്ചർ എപ്പോഴും പവർ പ്ലേയിൽ കാണിക്കുന്ന ഒരു സ്ഥിരത ഉണ്ടല്ലോ, എപ്പോഴും ഒരു വിക്കറ്റ് എടുക്കുന്നത്. അത് ഇപ്രാവശ്യം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും GTക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കളി ജയിക്കാൻ പറ്റി. ബ്രിജേഷ് ശർമ്മ 3.4 ഓവർ ബോൾ ചെയ്യുന്ന സമയത്ത് 44 റൺസ് കൊടുത്ത് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് 3 പേർക്ക് മാത്രമാണ് അന്ന് വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതുവരെ 204 എന്നുള്ളൊരു ചേസ് മാത്രമാണ് GT നേടിയിട്ടുള്ളത്. അതിന് മുന്നേ ഉള്ള മാച്ചസിലൊന്നും ആ ഒരു സ്കോർ അവർക്ക് കടത്തി വെട്ടാൻ പറ്റിയിട്ടില്ല. ആ ഒരു റെക്കോർഡും കൂടി ബ്രേക്ക് ആയിരിക്കുകയാണ് കഴിഞ്ഞ മാച്ചിൽ. അതും 8 ബോൾ ബാക്കി നിൽക്കെ 219 അടിച്ചാണ് കളി ജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ലൊരു ബാറ്റിംഗ് ആൻഡ് ബൗളിംഗ് രണ്ടും ഉള്ള ഒരു ടീമാണ് GT. ഇന്നത്തെ മാച്ചിൽ കണ്ടറിയണം RCBക്ക് എത്രത്തോളം വെല്ലുവിളി ഉണ്ടാക്കുന്നുള്ളത്. പക്ഷേ ക്വാളിഫയർ 1-ൽ ഈസി ആയിട്ട് RCB തോൽപ്പിച്ചാണ് GTനെ. അന്ന് RCBക്ക് നല്ല രീതിയിലുള്ള ഒരു സ്കോർ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് സംഭവം. എപ്പോഴും ഒരു 200+ മാത്രമല്ല, GTയുടെ കൂടെ കളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 250 240 റൺസ് ഒക്കെ, ഒരു 240-ന് മേലെ, ഇവൻ ഒരു 230-ന് മേലെ പോലും പോയി കഴിഞ്ഞാൽ കുറച്ച് ടഫായിരിക്കും GTക്ക്. പ്രത്യേകിച്ച് ഫസ്റ്റത്തെ ആ ഒരു 3 വിക്കറ്റ് പെട്ടെന്ന് വീണ് കിട്ടിയാൽ. കാരണം കഴിഞ്ഞ മാച്ചിൽ 12.5 ഓവർ ആയ സമയത്താണ് ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത്. 167 റൺസ് ഉള്ള സമയത്ത് ആ അത്ര വരെയൊന്നും നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അതിനിടയ്ക്ക് വിക്കറ്റ് കളഞ്ഞാൽ മാത്രമേ GTനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈസി ആയിട്ട് എല്ലാ മാച്ചസും GT ജയിച്ചു പോകും. ഇനിയിപ്പോൾ അത്ര മാച്ചൊന്നുമില്ല, ഫൈനലും ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും RCB ചെറിയ ടീമൊന്നല്ല, നന്നായിട്ട് കളിക്കുന്ന ടീമാണ്. കാണാം മാച്ചിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്.